അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ഇനി എന്ത് എന്ത് പ്രയാസമായിക്കോട്ടെ അത് എല്ലാം നീങ്ങി സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നാം എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടിനുമുള്ള വഴി നമ്മുടെ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അസുഖങ്ങൾ എന്ത് പ്രശ്നങ്ങളും എല്ലാത്തിനുമുള്ള പരിഹാരം നമ്മുടെ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും ആശ്രയിക്കേണ്ടി വരുന്നില്ല നമുക്ക്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിന്റെ മഹത്തായ ഒരു ആയത്തിനെ പറ്റിയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ആയത്താണ്. ഈ ആയത്തിന്റെ ഗുണങ്ങൾ മഹത്വങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്, വളരെ പെട്ടെന്ന് തന്നെ അത് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ആയത്തിനെ മുറുകെ പിടിച്ചാൽ മതി. സൂറത്തുൽ ബഖറയിലെ അവസാന ആയത്തുകളായ ആമന റസൂൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല മെഹ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ആയത്തുകളാണ് അതല്ലേ. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് മഹത്വമേറിയിട്ടുള്ളതാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ആയത്തിനെ നമ്മൾ മുറുകെ പിടിക്കുക. 2 റക്അത്ത് ഹാജത്ത് നമസ്കരിച്ചതിന് ശേഷവും അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷവും ആമന റസൂൽ ഓതുക. ആ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതുക. ഞാനൊരു കൃത്യമായിട്ടുള്ള ഒരു എണ്ണം പറയുന്നില്ല. നിങ്ങൾക്ക് എത്ര എണ്ണം പൂർത്തിയാക്കാൻ പറ്റുന്നോ അത്രയും എണ്ണം പൂർത്തിയാക്കുക. തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ആ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ ആരുടെയും ബുദ്ധിമുട്ടുകളില്ലാതെ ആരുടെയും ശല്യമില്ലാതെ ആമന റസൂൽ ഓതി തീർക്കുക. ഇൻഷാ അല്ലാഹ് ഹൈറായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിലും നിങ്ങൾ നിയത്ത് വെച്ചിട്ടുള്ളത് എങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നടത്തിത്തരും. ഈ റജബ് മാസം എന്ന് പറയുന്നത് ദുആയ്ക്ക് വേഗം ഉത്തരം ലഭിക്കുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ റജബ് മാസം ആരും പാഴാക്കി കളയാൻ പാടില്ല. മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആലയും മുറുകെ പിടിക്കുക. എന്നിട്ട് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുക. എനിക്കിത് കിട്ടണം, എനിക്കിത് കിട്ടിയേ പറ്റൂ, നീ അല്ലാതെ എനിക്ക് വേറൊരു വഴിയില്ല എന്നുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കുക. ഇൻഷാ അല്ലാഹ് റജബ് മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കത് തരും. അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുക. ദുആ മുടക്കാൻ പാടില്ല. അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് നിർത്താൻ പാടില്ല. ചോദിച്ചു കൊണ്ടേയിരിക്കുക. എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നടത്തി തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് റജബ് മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നീക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.